എന്താ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി തരൂ, ഞാൻ വാർക്കാം. വേണ്ട, കുട്ടിയെ പുറത്തു വരുന്നുള്ളൂ, ഞാൻ ചെയ്തോ. സാരമില്ല, എനിക്കിഷ്ടം ഇതൊക്കെ ചെയ്യാൻ. സൂക്ഷിക്കണം. കൂട്ടാൻ വറുത്തരച്ച് വെക്കുന്നതോ വെറുതെ വെക്കുന്നതോ ഇഷ്ടം? മായമ്മയ്ക്ക് ഏതാണോ ഇഷ്ടം അതന്നെ. എന്നാ വറുത്തരച്ച് വെക്കാം, അതിനാ സ്വാദ്. ഇതൊക്കെ ആരാ കുട്ടിയെ പഠിപ്പിച്ചേ? അമ്മ. 10-12 വയസ്സിനുള്ളിലോ? അമ്മ എല്ലാ അടുക്കളപ്പണി എന്നെ പഠിപ്പിച്ചിരുന്നു. ഇല്ലത്തുള്ളപ്പോ അവിടുത്തെ പണിയെല്ലാം ഞാനാ ചെയ്തിരുന്നേ. മായമ്മ ഇങ്ങോട്ട് പോന്നേ പിന്നെ ഇല്ലത്താരാ? അച്ഛൻ-പെങ്ങളുണ്ട്. പാവം, അവർക്ക് വയ്യാണ്ടായ അന്തപുരത്തിന് അടുക്കളയിൽ കയറിയേ മതിയാവൂ. ആര്? അച്ഛന്റെ പുതിയ വേളി, അല്ലാണ്ടാരാ? ഓ, ഇല്ലത്തെ പിന്നുള്ള വിശേഷങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കുട്ടി. അത്താഴത്തിന്റെ പാചകം പൊടിപൂരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സദ്യവട്ടം തന്നെ ഉണ്ടല്ലോ. ഒക്കെ മായമ്മയുടെ വെപ്പാണ്. എന്നെ കൊണ്ട് ഒരു വസ്തു ചെയ്യിച്ചില്ലേ കുട്ടി? എരിവും പുളിയൊക്കെ പാകാണോ നിശ്ചയില്ല. ഒക്കെ പാകാ. ഇരിക്കൂ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ രണ്ടാളുടെയും കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല കുട്ടി. ആദ്യം ഞാൻ കഴിക്കുക, എന്നൊരു ടീച്ചർ, പിന്നെ വേറൊരാള്, ഒക്കെ ഒരുമിച്ചാ. അതാ ഇവിടെ പതിവ്. കുട്ടി വേണ്ട, എനിക്ക് പിന്നെ മതി. മായമ്മയെ പറഞ്ഞതനുസരിക്കണം. മാഷൊക്കെ പ്രഷറുള്ളതാ. എപ്പോഴാ ദേഷ്യം പൊട്ടുവരികയെന്ന് അറിയില്ല. അതിന്റെ ഇട കൂടെ എന്നെ ഒന്ന് വെച്ചു ഇല്ലേ ടീച്ചറേ? ഇരിക്കൂ കുട്ടി. ടീച്ചറേ വിളമ്പുക. അല്ല, ഇന്ന് പുകയൂത്തൊക്കെ ഉണ്ടല്ലോ. ഹാവൂ, ഭക്ഷണം എത്ര വാരി കഴിച്ചതെന്ന് വല്ല തിട്ടമുണ്ടോ? ദഹനക്കേട് വരാതിരുന്നാ മതി. അതിനല്ലേ ഇവൻ ദഹനത്തിന് ഒന്നാന്തരം. അതെ, അസാധ്യ കൈപുണ്യം ഉണ്ട് കേട്ടോ ആ കുട്ടിക്ക്. അത് പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. പിന്നെ നല്ല പെരുമാറ്റവും നല്ല പ്രകൃതവും. നങ്ങയമ്മയുടെ മകളല്ലേ, അങ്ങനെ ആവാണ്ടിരിക്കുവോ? നങ്ങമ്മയുടെ മോളാച്ചാലും ആ മരങ്ങോടൻ നമ്പൂരുടെ ആ വിത്ത് അത് മറക്കണ്ട. പതുക്കെ. ആരാ അത്? ഞാനാ, മായ. കുട്ടി നേരത്തെ എണീറ്റോ? കുളിയൊക്കെ കഴിഞ്ഞല്ലോ. കാലത്ത് പതിവാ, 5 മണിക്ക് എഴുന്നേക്കും. ഇതാ കാപ്പി. കുളിക്കാതെയോ? എനിക്കൊന്നും വേണ്ടപ്പാ. അതെ, ടീച്ചറുടെ കുളിദേവാരം കഴിഞ്ഞിട്ട് ഇവിടെ കാപ്പി എന്നൊരു സാധനം കിട്ടാറുള്ളൂ. കുട്ടി ചെയ്ത് ഏതായാലും നന്നായി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു ഗ്ലാസ് ചൂട് കാപ്പി കിട്ടുക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊരു പ്രത്യേക ഉഷാറാ. ടീച്ചർക്ക് അത് മനസ്സിലാവില്ല. നല്ല അസല് കാപ്പി മാഷേ, ടീച്ചർ ഉണ്ടാക്കാറുള്ള പോലെ തന്നെ. വർത്തമാനം പറഞ്ഞോണ്ടിരുന്നാലേ മായമ്മയ്ക്ക് ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസാ. തുറക്കട്ടെ. മാഷ് വേണം ഈ കുട്ടിയെ കോളേജ് കൊണ്ടുവന്നാക്കാൻ. പറഞ്ഞ പോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ. ഞാനിപ്പോഴേ റെഡി.
ചെറുക്കമല്ലോ. അമ്മാവോ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വയസ്സുകാലത്ത് ഇങ്ങനെ ദിവസവും കൊണ്ടുവന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് 10-35 കൊല്ലം മേച്ചോണ്ട് കിടന്നവനാ ഞാൻ. മര്യാദക്കിരുന്ന് വല്ലതും പഠിക്കാനുള്ളതിന് പകരം ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ വലിയ താല്പര്യമില്ലാത്ത വീട്ടിലൊക്കെ ഒഴിഞ്ഞു മാറി. പ്രിൻസിപ്പൾ അതിനെ പറ്റി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. മാഷേ, ഓക്കെ. കാണാം. രാമുണ്ണി മാഷല്ലേ? അതെ. നമസ്കാരം മാഷ്. നമസ്കാരം. മാഷക്ക് എന്നെ മനസ്സിലായോ? കണ്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞാ ചിലപ്പോ അറിയും. പള്ളിക്കര സ്കൂളില് 6ൽ 2 വർഷം തോറ്റപ്പോ അപ്പച്ചൻ വന്ന് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് മാറ്റിയില്ലേ ഒരു ജോസഫ്. ഓ, ജോസഫ്. തല്ലുകൊള്ളി ജോസഫ്. വള്ളിക്കളസോ വിട്ട് മൂക്കളെ ഒലിപ്പിച്ച് നീർക്കോലി പോയിരുന്ന ചക്കൻ. നിന്റെ തൊടയിൽ ഇപ്പോഴും കാണണമല്ലോ എന്റെ ചൂരലിന്റെ പാടല്ലേ? ആ, താനെന്താ ഇവിടെ? ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ലൈസൻസ് പ്രൊഫസർ. ഓ, അപ്പൊ തല്ലുകൊള്ളി ജോസഫ് ഇപ്പൊ പ്രൊഫസർ ജോസഫായി. മോള അല്ലേ? കുട്ടി ഏതിനാ ചേർന്നത്? ഫസ്റ്റ് BA ലിറ്ററേച്ചറാണ്. ഓ, അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. കേട്ടോ മാഷേ, നമ്മൾ ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. എന്നെ പഠിപ്പിച്ച് എന്റെ കണ്ണു തെളിയിച്ച മാസ്റ്റർ മകളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുക അല്ലേ? വരൂ മാഷേ. ടീച്ചറേ, ടീച്ചറേ. എന്തായി? ഭംഗിയായി. എന്തേ? ഒന്നുമില്ല. ഇന്ന് കോളേജിൽ വെച്ച് എന്റെ ഒരു പഴയ സ്റ്റുഡന്റിനെ കണ്ടു, ഒരു ജോസഫ്. ഇപ്പൊ ഇവിടുത്തെ പ്രൊഫസറാ. എന്നെയും കുട്ടിയെയും ഒന്നിച്ച് കണ്ടപ്പോ അയാൾ ചോദിക്കുക, മാഷ്ട മോളാണോന്ന്. എന്നിട്ട് മാഷ് എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാനാ എന്റെ ടീച്ചറെ, എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ കുട്ടിയെ കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോവുക, മകളാണോ എന്ന് ചോദിക്കുക. വിധിച്ചിട്ടില്ലാത്ത ഭാഗ്യങ്ങള് കടവായിട്ടാണേലും അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ലേ ടീച്ചറെ? ശരിയാ. മായമ്മയും കൂട്ടി മാഷി പടിയിറങ്ങി പോണത് നോക്കി നിൽക്കുമ്പോ എന്റെ മനസ്സും ഇത് തന്നെയാ പറഞ്ഞത്. ആ